ബിഗ് ബോസ് മലയാളം സീസൺ 7 അനീഷ് ഷൂ എന്ന് പറഞ്ഞൊരു കയറ്റം കയറിയിട്ടുണ്ട്. അനുമോളൊക്കെ കടത്തി വെട്ടിയിട്ട് ഇപ്പോൾ ടോപ്പിൽ ഏത് പോൾ എടുത്ത് നോക്കി കഴിഞ്ഞാലും ഏത് കമ്മ്യൂണിറ്റി പോൾ എടുത്ത് നോക്കി കഴിഞ്ഞാലും അതുപോലെ വോട്ടിംഗ് എടുത്ത് നോക്കി കഴിഞ്ഞാലും അനീഷാണ് ഇപ്പം മുമ്പിൽ നിൽക്കുന്നത്. വേറൊന്നുമല്ല, നമ്മൾ കാണാത്തൊരു കാര്യം ബിഗ് ബോസിനകത്ത് നടന്നു. എപ്പിസോഡിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി, പക്ഷേ ലൈവിനകത്ത് അത് കാണിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ലൈവിൽ ഞാൻ കണ്ടില്ല കേട്ടോ. കാരണം ഇപ്പം ആതിരയുടെ വായിൽ നിന്ന് വീണപ്പോഴാണ് ഞാൻ കണ്ടത്. ഞാൻ അറിഞ്ഞത് ലൈവിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വേറൊന്നുമല്ല, അനീഷിനെ കുനിച്ചു നിർത്തി ഇടിച്ചതും അതുപോലെ പച്ചത്തെറി വിളിച്ചതും എപ്പിസോഡിനകത്ത് നിന്ന് കട്ട് ചെയ്തു. പക്ഷെ അങ്ങനെ എന്താണത് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ചിലപ്പം ആതിലേക്ക് അവിടെ ഒരു നെഗറ്റീവ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ചെയ്തതാണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാവുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യണം. എന്തായാലും ആ ചെയ്തത് വളരെ മോശമാണ്, വളരെ മോശം. കാരണം ഒരു കോമണറായിട്ടുള്ള ഈ പറയുന്ന ആതില അവിടെ ഉള്ള വേറെ ആൾക്കാരോട് സെലിബ്രിറ്റിയാന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരോട്, അല്ലെങ്കിൽ സീരിയൽ നടന്മാർ, സിനിമാ നടന്മാർ, അല്ലെങ്കിൽ ആങ്കർ എന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ ചെയ്യുമോ? ഇല്ല. ഒരു കോമണറായിട്ടുള്ളൊരു മനുഷ്യനായതുകൊണ്ട് മാത്രമാണ് ഒരാളെയും സപ്പോർട്ട് ഇല്ല എന്ന് കരുതിയിട്ട് ഇങ്ങനെ ചെയ്തത്. വളരെ മോശമാണ് കേട്ടോ. വളരെ മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ്. ഇത് സത്യം പറഞ്ഞാൽ ഇത് ആതിലയുടെ വായിൽ നിന്ന് വീണപ്പോഴും ഇന്ന് നോമിനേറ്റ് ചെയ്ത് ഈ ഒരു കാരണത്തിൽ ഹൗസിലുള്ളവർ നോമിനേറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന്. മാത്രമല്ല, നൂറ ആതിലെടുത്ത് പറയുന്നുണ്ട്, ബേബി ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്, ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്യണമെന്ന് ഈ നൂറ ആതിലെടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വളരെ മോശം, വളരെ മോശം. ഒരു മനുഷ്യനോടും ഇങ്ങനെ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഇപ്പം ആതിൽ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് അനീഷിനോട് ഇവർക്ക് എന്താണ് ഇത്ര ദേഷ്യം? ഈ ഒരാഴ്ച ഫുള്ള് അനീഷിന്റെ പിറമേ നടന്ന് ചൊറിഞ്ഞ് ടാസ്കിന്റെ ഇടയിൽ നമ്മൾ കണ്ടതാണ്. അല്ലാതിരിക്കുമ്പോഴത്തേക്ക് മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു, തെറി വാക്കുകൾ വിളിക്കുന്നു. അതുപോലെ കിച്ചൺ ഏരിയയിൽ വെച്ചിട്ട് വേസ്റ്റ് വെള്ളം എടുത്ത് പുറത്തോട്ട് ഒഴിക്കുന്നു. പാത്രം കഴുകാൻ പറഞ്ഞതിന്റെ പേരിൽ മോശ വാക്കുകൾ ഉപയോഗിക്കുന്നു. എന്തൊക്കെയാണ് ഈ ആതില അനീഷിനോട് കാണിക്കുന്നതും പറയുന്നതും അല്ലേ? തന്തയ്ക്ക് വരെ വിളിച്ചിട്ടുണ്ട് ഈ ആതില. വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പറ്റി അങ്ങനെ ഒരു മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. ഭയങ്കര ഇതും കൂടെ ആയപ്പോഴത്തേക്കുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഞാൻ ആതിലെ വെറുത്ത് പണ്ടാരം തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ ഇപ്പം എനിക്ക് വെറുപ്പാണ്. വളരെ മോശം കേട്ടോ, വളരെ മോശം. ഈ ഒരു കാര്യം ഞാനിപ്പം ഇവർ നോമിനേഷനിൽ ഇങ്ങനെ പറയുന്ന കണ്ടപ്പോഴും അതുപോലെ നൂറ പറയുന്ന കണ്ടപ്പോഴുമാണ് എനിക്കത് മനസ്സിലായത്. സത്യം പറഞ്ഞാൽ കേട്ടോ, ഈ ഒരു വിഷയം എന്തുകൊണ്ട് ബിഗ് ബോസ് ടീം ഇത് എപ്പിസോഡിൽ കാണിക്കാതിരുന്നതെന്ന് ചിലപ്പം ഈ ആതിലേക്ക് ചിലപ്പോൾ നെഗറ്റീവ് ഉണ്ടായേക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. എന്തായാലും അത് വളരെ മോശമായി കേട്ടോ. എന്തായാലും ഈ സത്യം പറഞ്ഞാൽ ആതില അവിടെ നിൽക്കാൻ ഒരു അർഹതയല്ല കേട്ടോ. ഈ അനീഷിനോട് ഇത്രയും ദ്രോഹം ചെയ്യാൻ ഈ അനീഷ് അവരോട് എന്താണ് ചെയ്തിട്ടുള്ളത്? ഞാൻ ഈ എപ്പിസോഡ് കാണുന്ന ആളാണ്, എപ്പിസോഡ് കണ്ടിട്ടുണ്ട്, അതുപോലെ ലൈവ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊന്നും അനീഷ് ഈ ആതിലെടുത്ത് ഒരു മോശപ്പെട്ട വാക്കോ അല്ലെങ്കിൽ ക്രൂരമായിട്ടൊരു എന്തെങ്കിലും ചെയ്യോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് ഈ ആതിലേക്ക് അനീഷിനോട് ഈ ദേഷ്യം? ഒന്ന് നോമിനേറ്റ് ചെയ്തതിൻ്റെ പേരിലാണോ? വളരെ മോശമായിപ്പോയി. അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണേ. പിന്നെ അനുമോള് ലൈവിനകത്ത് പൊട്ടിക്കരയുന്നുണ്ട്, നെവിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്, അടുത്തിരുന്നിട്ട് പൊട്ടിക്കരയുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജീവൻ വന്നല്ലോ. അപ്പോൾ പുള്ളി വന്നതുമായിട്ട് ബന്ധപ്പെട്ട് അനുമോൾക്ക് ഭയങ്കര ടെൻഷനുണ്ട്. കാരണം പുള്ളി വന്നുകൊണ്ട് ഈ അനുമോള് പുറത്ത് ഭയങ്കര നെഗറ്റീവ് ചർച്ചകളും കാര്യങ്ങളും ഇതിനെ പറ്റിയിട്ടൊക്കെ അനുമോൾക്കൊരു നെഗറ്റീവ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ അനുമോള് നെവിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പൊട്ടിക്കരയുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു അനുമോള് ജീവനെ കൊണ്ടുവന്നത് തന്നെ അനുമോളെ വെച്ചൊരു ഗെയിമോ അല്ലെങ്കിൽ ഒരു കോണ്ടന്റോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അങ്ങനെ തോന്നുന്നു. അല്ലാതെ പുള്ളിക്കാരനെ കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും അനുമോൾ അവിടെ നൈസായിട്ട് ഡീൽ ചെയ്ത് കേട്ടോ. കാരണം പുള്ളിക്കാരി അത് ഒന്നും മിണ്ടാതെ, ഒന്നും സംസാരിക്കാതെ, പൊട്ടിത്തെറിക്കാതെ, കാരണം അവിടെ എന്തെങ്കിലും ഒന്ന് റിയാക്ട് ചെയ്തായിരുന്നെങ്കിൽ ചിലപ്പം അനുമോക്ക് എഗൻസ്റ്റ് അത് വന്നേനെ, കുറച്ച് നെഗറ്റീവ് ഉണ്ടായേനെ. പുള്ളിക്കാരി അത് മാന്യമായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തു. എന്തായാലും നല്ല കാര്യം തന്നെയാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി പറയുന്നുണ്ട് 30 ലക്ഷം രൂപയുടെ കടമുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം
അതിൻ്റെ പലിശ ഇത് കടം തീർത്തുകൊണ്ടിരിക്കുന്നത് അനുമോളെ ചേച്ചിയാണെന്നാണ് പറയുന്നത്. ശരിയാണ്, ഒരു ചെറുപ്രായത്തിൽ തന്നെ തലയിൽ ഒരുപാട് ഭാരങ്ങളൊക്കെ ഏറ്റെടുത്ത് വെച്ചിട്ടുള്ളൊരു കുട്ടിയാണ് അനുമോള്. കാരണം പുള്ളിക്കാരിയുടെ ചിലവിലാണ് വീടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതിനൊക്കെ എന്തായാലും സമ്മതിച്ചേ പറ്റൂ. അപ്പം അതുപോലെ തന്നെ ഇന്ന് ഈ ജീവനും അതുപോലെ ഈ മറ്റേ ജീവൻ്റെ കൂടെ ഒരു പെങ്കൊച്ചു വന്നല്ലോ, പുള്ളിക്കാരൻ്റെ വൈഫാന്നൊക്കെയാണ് പറയുന്നത്, സോഫി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി. അപ്പം ഇവർ വന്ന സമയത്ത് അനുമോള് ഈ ഡ്രസ്സിങ് റൂമിൽ കയറിയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇപ്പം എൻ്റെ ജീവിതം തകർത്തത് അല്ലെങ്കിൽ എൻ്റെ കല്യാണം മുടക്കാൻ തന്നെ കാരണം, എന്നെ ആത്മഹത്യയുടെ വക്കീൽ കൊണ്ടെത്തിച്ചത് തന്നെ കാരണം ഈ ജീവനാണെന്ന് അങ്ങോട്ട് പറയുന്നല്ലോ. അങ്ങനെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ ഈ അനുമോളെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരുന്നല്ലോ, അപ്പം ചിലപ്പം ഇവരെ കല്യാണം മുടക്കാനെ കൊണ്ട് ജീവൻ നോക്കിയിട്ടുണ്ടോ എന്നൊന്നും അറിയത്തില്ല. അപ്പം അതുകൊണ്ടായിരിക്കാം അനുമോൾക്ക് ഇത്രയും ദേഷ്യം പുള്ളിക്കാരനോട്. എന്നാൽ ഭയങ്കര ദേഷ്യമുണ്ട്. കാരണം കണ്ടിട്ട് കാരണം ഇവർ അത്ര നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, തിക്ക് ഫ്രണ്ട്സ് ആയിരുന്നു. കാരണം ഇവരെ റീൽസും കാര്യങ്ങളും ഒരുപാട് റീൽസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇൻസ്റ്റയിലും അതുപോലെ യൂട്യൂബിനകത്തൊക്കെ ഇഷ്ടംപോലെ റീൽസൊക്കെ എടുത്ത് ഒരുമിച്ചിടുന്ന ആൾക്കാരായിരുന്നു ഇവർ രണ്ടും. അപ്പോൾ അത്രയും തിക്കായിട്ടുള്ള ഫ്രണ്ട്സ് ആയിരുന്നു. അതല്ല, അനുമോൾ ഇൻ്റർവ്യൂവിനകത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു ജീവനെ പറ്റിയിട്ട്, എനിക്ക് ആകെ ഉള്ളൊരു ബോയ് ഫ്രണ്ടാണ് ജീവൻ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം അത്രയും തിക്കായിട്ടുള്ളൊരു റിലേഷൻ ഉണ്ടായിട്ട് ഈ റിലേഷൻ എന്തുകൊണ്ട് ഇത് ബ്രേക്ക് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എന്തോ ഒരു റീസൺ ഉണ്ട്. ചിലപ്പോൾ എൻ്റെ ഒരു സംശയം, നമ്മൾ അങ്ങനെ ആവണമെന്നില്ല, പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അനുമോളെ കല്യാണം ഉറപ്പിച്ചിരുന്ന സമയത്ത് അനുമോൾക്ക് ഈ ജീവനുമായിട്ട് എന്തെങ്കിലും നല്ല റിലേഷൻ ആയിരിക്കും, ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളൊരു റിലേഷൻ ആയിരിക്കാം. ചിലപ്പോൾ മറ്റേ പുള്ളിക്കാരൻ ഇവർ തമ്മിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ഇത് അത്രയും ക്ലോസ് ആയ സമയത്ത് മറ്റേ പുള്ളിക്കാരൻ ചിലപ്പം ആ ഒരു ഇച്ചിരി സീരിയസ് ആയിട്ട് എടുത്ത് കാണും, ഒരു റിലേഷൻ്റെ ഒക്കെ ഒരു ഇതിലങ്ങ് എടുത്ത് കാണും. അപ്പോൾ കല്യാണം കൂടെ ആയ സമയത്ത് ഇനി കല്യാണം മുടക്കാൻ വല്ല പരിപാടിയോ നോക്കിയോ, അല്ലെങ്കിൽ ഇതും പറഞ്ഞ് അനുമോളെ എനിക്കിഷ്ടമാണ്, നമ്മൾ തമ്മിൽ സ്നേഹത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കല്യാണം മുടക്കാൻ നിന്നോന്നൊക്കെ അങ്ങനെ എനിക്കൊരു ഡൗട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉള്ളതെന്നതല്ല, കാരണം അല്ലെങ്കിൽ ഇപ്പം അനുമോൾക്ക് ഇത്രയും ദേഷ്യം വരാൻ കാരണമില്ല. പോകുന്ന സമയത്ത് പോലും ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് പോലും ജീവൻ കൊടുത്തിട്ട് പോലും കൊടുക്കാതെ മാറി നിന്നിട്ട് പിന്നെ ജീവൻ ബലമായിട്ട് ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ടാണ് പോകുന്നത്. എന്നിട്ടൊന്നും മിണ്ടിയിട്ടൊന്നുമില്ല, തിരിഞ്ഞ് നിൽക്കുന്നതല്ല, ഒന്നും മിണ്ടിയിട്ടില്ല. അപ്പോൾ ഇവരെ ലൈഫിൽ എന്തൊക്കെയോ സംഭവിച്ചു. കാരണം ഇവരെ ഒരുപാട് ഇൻ്റർവ്യൂസ് ഞാൻ ഇത് യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് കണ്ടു. അതിനകത്തുള്ള ഇവർ നല്ല ഫ്രണ്ട്സ് ആണെന്നാണ് പറയുന്നത്. മാത്രമല്ല ഇവർ തമ്മിൽ ഒരുമിച്ചിരുന്ന് ഇൻ്റർവ്യൂ കൊടുക്കുന്ന ഇതിനകത്തൊക്കെ പറയുന്നുണ്ട്, അനുമോൾ എനിക്ക് ഓൾറെഡി മാരേജ് ഉറപ്പിച്ചിട്ടുണ്ട്, വേറെ ആളുമായിട്ടാണ്, ജീവൻ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണെന്നും പറയുന്നുണ്ട്. അപ്പം എന്തായാലും ഇവരെ ഇടയ്ക്കൊരു വിഷയമുണ്ട്. എന്തായാലും ബിഗ് ബോസ് നല്ലൊരു കോണ്ടന്റിന് വേണ്ടിയിട്ട് ജീവനെ കൊണ്ടുവന്നു. പക്ഷേ അനുമോൾ അവിടെ നൈസായിട്ട് അന്ന് ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിൽ അതങ്ങ് ഒഴിവാക്കി വിട്ടു. പക്ഷെ അത് കയറി പിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഭയങ്കര വിഷയമായേനെ, പുറത്തും ചർച്ചയായേനെ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യാം. അപ്പം